നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രിയിലെ അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ചോദ്യം: വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദി സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2. വാട്ട് ഈസ് മീൻ ബൈ ത്രെഷോൾഡ് എനർജി? എന്താണ് ത്രെഷോൾഡ് എനർജി? സി. വാട്ട് ഈസ് ദി എൻസൈം ദാറ്റ് കൺവേർട്ട്സ് സ്റ്റാർച്ച് ഇൻടു മാൾട്ടോസ്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആയി മാറ്റുന്ന എൻസൈം ഏതാണ്? അപ്പോൾ ഫസ്റ്റ്, രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നാച്ചർ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ സ്വഭാവം. സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ പ്രതല പരപ്പളവ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ ഗാഢത. ടെമ്പറേച്ചർ, താപനില. കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം. അപ്പോൾ എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ സ്വഭാവം. സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ പ്രതല പരപ്പളവ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അഭികാരികളുടെ ഗാഢത. ടെമ്പറേച്ചർ, താപനില. കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം. ഇനി ത്രെഷോൾഡ് എനർജി എന്താണ്? Reactants undergo a chemical reaction, require a certain amount of kinetic energy to get converted into products. This energy is called threshold energy. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാര്യങ്ങൾക്ക് ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാര്യ ഘടകങ്ങൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജത്തെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന് ഒരു എനർജി ആവശ്യമാണ്, അതും കൈനറ്റിക് എനർജി ആവശ്യമാണ് റിയാക്റ്റന്റ് മോളിക്യൂൾസിന് എന്തായി മാറാൻ, പ്രൊഡക്റ്റായി മാറണമെങ്കിൽ. ആ എനർജിയെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? അമൈലേസ്. ലൈനിലെ ചാപ്റ്ററിൽ തന്നെ കോൺസെൻട്രേഷൻ എന്താണ്, ഗാഢത എന്താണ്, ഡൈലൂട്ട് സൊല്യൂഷൻ എന്താണ്, നേർത്ത ലായനി എന്താണ്, ഗാഢ ലായനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലീനം, സൊല്യൂട്ട് എത്രമാത്രം ലായനിയിൽ സൊല്യൂഷനിൽ ലയിച്ചു ചേരുന്നോ ആ അളവിനെയാണ് നമ്മൾ ലായനിയുടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനി ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും, ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിന് ഗാഢ ലായനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും എന്നാണ് വിളിക്കുന്നത്. 3. വാട്ടർ, ജലം ഒരു പോളാർ മോളിക്യൂളാണ്. പോളാർ തന്മാത്രയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജലം ഒരു പോളാർ തന്മാത്രയാണ്. വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്. ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾ കാരണം അതിൻ്റെ പോളാർ സ്വഭാവം. ദി റീസൺ ഫോർ ദി സ്പെസിഫിക് ഫീച്ചർ ഓഫ് വാട്ടർ ഈസ് ഇറ്റ്സ് പോളാർ നേച്ചർ. ഡ്യൂ ടു ഇറ്റ്സ് പോളാർ നേച്ചർ, തന്മാത്രയുടെ പോളാർ സ്വഭാവം മൂലം അവയ്ക്കിടയിൽ ഹൈഡ്രജൻ ബന്ധനം എന്ന സവിശേഷമായ ആകർഷണവും നിലനിൽക്കുന്നുണ്ട്. A peculiar attractive force called hydrogen bond also exists between the molecule. Hence, it exists in liquid state, though its molecular mass is low. മോളിക്കുലാർ മാസ് കുറവായിരുന്നിട്ടും ജലം ദ്രാവക അവസ്ഥയിൽ ആയിരിക്കാൻ കാരണം ഇതാണ്. കാർബണികവും അകാർബണികവുമായ നിരവധി സംയുക്തങ്ങളെ ലയിപ്പിക്കാനുള്ള വാട്ടറിൻ്റെ കഴിവ് കൊണ്ടാണ് അതിനെ സാർവിക ലയം, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കാരണം ഏതാണ്? ഇതിൻ്റെ പോളാർ സ്വഭാവമാണ്, പോളാർ നേച്ചർ കൊണ്ടാണ്. പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളാർ തന്മാത്രകൾ ആറ്റങ്ങളിൽ ഭാഗികമായി വിപരീത വൈദ്യുതി ചാർജ് രൂപീകരിക്കപ്പെട്ട സഹസംയോജക തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ CO, HF, HCl, H2O, NH3. Covalent molecules in which partial opposite charges are formed in atoms are called polar molecules. CO, HF, HCl, H2O, NH3 etc. are examples of polar compounds അല്ലെങ്കിൽ പോളാർ സംയുക്തങ്ങൾ. ഇനി നമുക്ക് സഹസംയോജക രാസപ്രവർത്തനം, കോമ്പിനേഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വയ വിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ Zn + 2Ag NO3 gives Zn NO3 twice plus 2Ag. ഇവിടെ നോക്കൂ, A + BC gives AC പ്ലസ് ബി ആണ്. ഇതെന്താണ്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് എക്സാമ്പിളാണ്. നോക്കൂ, എന്താണ്? ഒരു മെറ്റലിനെ വേറൊരു മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യണം, ആദേശം ചെയ്യാണ്. Zn ഏത് സ്ഥാനത്തേക്ക്? Ag ഇരുന്ന സ്ഥാനത്തേക്ക് വന്ന് ആദേശം ചെയ്യാണ്, ഡിസ്പ്ലേസ്
ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ആദേശ രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ നോക്കൂ, CaCO3 ഗീവ്സ് CaO പ്ലസ് CO2. അത് AB ഗീവ്സ് A+B ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മൂന്നാമത്തെയും 2HI ഗീവ്സ് H2 പ്ലസ് I2. CaCO3 വിഘടിച്ച് ഡീകമ്പോസ് ചെയ്താണ് CaOയും CO2 ഉണ്ടായത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോഡൈഡ് HI വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് H2 പ്ലസ് I2 ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സിംഗിൾ പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു സിംഗിൾ സബ്സ്റ്റൻസിനെ വിഘടിപ്പിച്ച് ഡീകമ്പോസ് ചെയ്ത് രണ്ടിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിയാക്റ്റൻറ്റ് സൈഡിൽ അഭികാരികളുടെ സൈഡിൽ ഒരു സംയുക്തമേ കാണുകയുള്ളൂ. അപ്പോൾ ഉറപ്പിച്ചോണം അതെന്താണ്? വിഘടന രാസപ്രവർത്തനമാണ്. വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. രണ്ടും ദ്വയവിഘടന രാസപ്രവർത്തനത്തിന് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് മുകളിലത്തെ കാണുമ്പോൾ ഒരു സംശയം വരാം. ഇത് അയോൺ ഇവിടുത്തെ CaCO3 കാർബണേറ്റ് അയോൺ ആണ്. CO3 2- ആണ് കാർബണേറ്റ് അയോൺ. ഇവിടെ ക്ലോറൈഡ് അയോൺ ആണ് ഇവിടുത്തെ അയോൺ. അയോണുകളുടെ ഇൻ്റർചേഞ്ച് ആണ് ദ്വയവിഘടന രാസപ്രവർത്തനം ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നറിയാം. അപ്പോൾ ഇവിടുത്തെ Cl കാൽഷ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ 2 Cl ആണ്. അപ്പോൾ CaCl2 ആയി ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ CO3 ഇവിടേക്ക് വരുമ്പോൾ എന്താണ്? ഒരു ഓക്സിജനെ ഹൈഡ്രജൻ കൊടുത്ത് H2 വാട്ടർ ഫോം ചെയ്യുന്നു. പിന്നെ അത് CO2 ഉള്ളൂ. അപ്പോൾ അത് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ 2 പ്രൊഡക്റ്റായി മാറുന്നതേ ഉള്ളൂ. ഇവിടെയും ദ്വയവിഘടന രാസപ്രവർത്തനം ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് ഈ ഇക്വേഷനിലും നടക്കുന്നത്. താഴത്തെ നോക്കിയാലും മനസ്സിലാവും. AB പ്ലസ് CD ഗീവ്സ് AD പ്ലസ് CB ആണ് നമ്മുടെ ഫോർമുല. A ഹൈഡ്രജൻ, B ക്ലോറിൻ, ഓക്കെ, C Na, D OH. അപ്പോൾ OH ഹൈഡ്രജനിലേക്ക് പോകുന്നു. അപ്പോൾ AD. അങ്ങനെ H2O ആകുന്നു. H2O ആകുന്നു. 2 ഹൈഡ്രജൻ ഓയും ചേർന്ന് H2O. Cl Na വരുന്നു. അങ്ങനെ NaCl ആകുന്നു. ഓക്കെ, അത് CB. ഇതിപ്പോൾ തലതിരിച്ചാണ് ഇക്വേഷൻ തന്നതെന്ന് വിചാരിച്ച് രാസപ്രവർത്തനം എഴുതാതെ പോവരുത്. ഇങ്ങനെ തലതിരിച്ചാണ് ഈ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇത് ദ്വയവിഘടനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ അയോൺസുകളുടെ ഇൻ്റർചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ അത് ദ്വയവിഘടനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ രാസപ്രവർത്തനമാണ്. നമുക്ക് ആദ്യത്തെ കണ്ടാൽ തന്നെ അറിയാം. അഭികാരികളുടെ സൈഡിൽ അല്ലെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ ഒരു പദാർത്ഥമേ ഉള്ളൂ. അത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് 2 സബ്സ്റ്റൻസായി 2 പദാർത്ഥമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതെന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ 2SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ ഒരു പദാർത്ഥമേ ഉള്ളൂ എങ്കിൽ അത് സഹസംയോജക രാസപ്രവർത്തനം കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. A+B ഗീവ്സ് AB ഫോർമാറ്റിലാണ് കാണപ്പെടുന്നതെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ റിയാക്റ്റൻ സൈഡിൽ ഒരു ഉൽപ്പന്നമേ ഉള്ളെങ്കിൽ അത് സഹസംയോജകത കോമ്പിനേഷൻ രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. CuNO3 ടോയ്സ് പ്ലസ് Na2S ഗീവ്സ് CuS പ്ലസ് 2NaNO3. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അയോൺസുകളുടെ ഇൻ്റർചേഞ്ച്. സോഡിയത്തിൻ്റെ കൂടെ ഇരുന്ന S കോപ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നു. S ഇവിടെ അയോൺ ആണ്. NO3 ആരുടെ അടുത്തേക്ക് പോകുന്നു? സോഡിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അയോണുകളുടെ ഇൻ്റർചേഞ്ച് ആണ് സംഭവിച്ചത്. അയോണുകളെ വെച്ച് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ്? ദ്വയവിഘടന രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. സഹസംയോജക രാസപ്രവർത്തനം കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഒരു പദാർത്ഥമേ ഒരു സബ്സ്റ്റൻസേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് സഹസംയോജകത അല്ലെങ്കിൽ കോമ്പിനേഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി വിഘടന രാസപ്രവർത്തനത്തിൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ റിയാക്റ്റൻ സൈഡിൽ അഭികാരികളുടെ സൈഡിൽ ഒരു പദാർത്ഥമേ കാണത്തുള്ളൂ. അത് വിഘടിച്ചാണ് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് കൂടിച്ചേർന്ന് ഒരു പദാർത്ഥമേ പ്രൊഡക്റ്റ് സൈഡിലുള്ളെങ്കിൽ അത് കോമ്പിനേഷനും, അഭികാരികളുടെ സൈഡിൽ റിയാക്റ്റൻ സൈഡിൽ ഒരു പദാർത്ഥമേ ഉള്ളെങ്കിൽ അത് വിഘടന രാസപ്രവർത്തനമാണ്. ഇനി അയോൺസുകളുടെ ഇൻ്റർചേഞ്ചാണ് നടക്കുന്നത്. ഇതുപോലെ S കോപ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നു, NO3 Nയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അയോൺസുകളുടെ ഇൻ്റർചേഞ്ചാണ് നടക്കുന്നതെങ്കിൽ അത് ദ്വയവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയും. Zn പ്ലസ് FeSO4 ഗീവ്സ് ZnSO4 പ്ലസ് Fe. എന്താ സംഭവിച്ചത്? Feയുടെ സ്ഥാനത്തേക്ക് ആര് വന്നിരിക്കുന്നു? Zn കയറി ഇരിക്കുന്നു. അങ്ങനെ ZnSO4 പ്ലസ് Fe ആയി മാറി. അപ്പോൾ ഇതെന്തായാലും എക്സാമ്പിളാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. എന്താണ് ഇവിടെ? ലോഹങ്ങൾ തമ്മിൽ ഇൻ്റർചേഞ്ച് നടക്കുകയാണ്. Fe മെറ്റലിൻ്റെ സ്ഥാനത്തേക്ക് സിങ്ക് മെറ്റൽ വന്നിരിക്കുകയാണ്. Fe ലോഹത്തിൻ്റെ സ്ഥാനത്തേക്ക് സിങ്ക് മെറ്റൽ കയറി ഇരുന്ന് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. Fe ഒറ്റയ്ക്കാവുന്നു അല്ലേ? നേരത്തെ Zn ഒറ്റയ്ക്കായിരുന്നു. Zn കൂടെ SO4 ചേർന്ന് ZnSO4 ആവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? Fe ഒറ്റയ്ക്കായി.
അപ്പം ഇങ്ങനത്തെ ഒരു റിയാക്ഷനാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴത്തെ എന്തുവായാലും നമുക്ക് മനസ്സിലായി എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ, സഹസംയോജകത രാസപ്രവർത്തനമാണെന്ന് മനസ്സിലായി. പ്രൊഡക്റ്റ് സൈഡിൽ ഒരു പദാർത്ഥമേ ഉള്ളൂ, അതുകൊണ്ട് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സഹസംയോജകത രാസപ്രവർത്തനമാണ് രണ്ടാമത്തത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആദേശ രാസപ്രവർത്തനത്തിൽ മെറ്റൽസുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലോഹങ്ങൾ തമ്മിൽ സ്ഥാനമാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കോമ്പിനേഷനിൽ പ്രൊഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങൾ സൈഡിൽ ഒരു ഉൽപ്പന്നം മാത്രമേ കാണുകയുള്ളൂ. ഏത് രാസപ്രവർത്തനമാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകമായുള്ള വീഡിയോസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്, കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അപ്പോൾ മലയാളത്തിലുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാസപ്രവർത്തന വേഗത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഉള്ള പ്രത്യേകമായുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ താങ്ക്